വാർത്താ നിമിഷത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൈബർ അധിക്ഷേപത്തിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ. അരുൺ വിദ്യാധരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞങ്ങാട്ടെ ലോഡ്ജിൽ. അരുൺ വിദ്യാധരന്റെ തിരിച്ചറിയൽ കാർഡ് കണ്ടെത്തി. ക്യാമറ വിവാദത്തിന് പിന്നാലെ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം. കെ ഫോൺ പദ്ധതിയിൽ നടന്നത് വ്യാപക അഴിമതിയെന്ന വി.ഡി. സതീശൻ. കെ ഫോണിലും SRITയിലും പ്രസാഡിയോയും പങ്കാളി. IT വ്യവസായ വകുപ്പുകളിൽ 2018 മുതലുള്ള അഴിമതികൾ അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. കേന്ദ്രാനുമതി ലഭിക്കാത്തതോടെ മുഖ്യമന്ത്രി UAEയിലേക്കില്ല. ബിസിനസ് മീറ്റിന് ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കാൻ സർക്കാർ. UAEയിൽ മുഖ്യമന്ത്രിക്ക് നൽകാനിരുന്ന സ്വീകരണ പരിപാടികൾ റദ്ദാക്കി. സംവരണ വിഷയത്തിൽ മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. സംസ്ഥാനത്ത് സൈന്യത്തെ വിന്യസിച്ചു. 7500 പേരെ സുരക്ഷിത സ്ഥാപനങ്ങളിലേക്ക് മാറ്റി. മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധിച്ചു. വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ. ഗുസ്തി താരങ്ങളുടെ സമരം തുടരുന്ന ജന്തർ മന്ദറിൽ സുരക്ഷ ശക്തം. മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച പോലീസ്. ബ്രിജ് ഭൂഷണെതിരായ പോലീസ് അന്വേഷണം ഇഴയുന്നുവെന്ന താരങ്ങൾ. പോക്സോ ചുമത്തിയിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഡൽഹി വനിതാ കമ്മീഷൻ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 45,600 രൂപ. ഒറ്റ ദിവസം കൊണ്ട് പവന് കൂടിയത് 400 രൂപ. മാലിന്യത്തിൽ മുങ്ങി എറണാകുളം മാർക്കറ്റ്. ഒറ്റ ദിവസത്തിൽ നിറയുന്നത് ടൺ കണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങൾ. ഇടതുപക്ഷം ഭരിച്ചാലും നമ്മുടെ നഗരം നാരെ തന്നെ നടക്കുള്ളൂ. കടക്കാരുടെ ഇത് മാസപ്പിരിവും മറ്റേ മറിച്ചൊക്കെ മേടിച്ച് അവർ പോവും. ഈ കാര്യത്തിന് മാത്രം അവർ തിരിഞ്ഞു നോക്കണില്ല. പൊറുതിമുട്ടി ജനം.